അല്ല എവിടെയായിരുന്നു? എത്ര ദിവസമായി കണ്ടിട്ട്? എന്താ ഇപ്പൊ ഇത്ര തിരക്ക്? പിന്നെ എന്തെല്ലാം പണിയുണ്ട്? എനിക്കറിയാം, നല്ല ചുളി ആയിരിക്കും അല്ലേ? അതന്നെ, നോമ്പല്ലേ വരുന്നേ. അല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം കേട്ടോ. ഞങ്ങൾ പെരയിലുള്ള പെണ്ണുങ്ങൾ എടുക്കണ പണിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതാണ് നമ്മൾ തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, വീടും പരിസരവും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം, അത് ശരി തന്നെയാണ്. അതിന്റെ കൂടെ നമ്മൾ റമദാനെ വരവേൽക്കേണ്ടത് കൽബ് കൊണ്ടാണ്. എന്റെ കൽബൊക്കെ പണ്ടേ ക്ലീൻ തന്നെ, അതിനൊന്നും ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? മരുമക്കളുമായിട്ട് ഇങ്ങനെ സ്ഥിരം അവിടെ പ്രശ്നമല്ലേ, അതൊക്കെ ഒന്ന് ഒതുങ്ങുക, മരുമക്കളോടൊക്കെ മാപ്പ് ചോദിക്കുക. പിന്നെ നമ്മൾ നോമ്പിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം അധികം ആൾക്കാരും ഇങ്ങനെ അവരുടെ ഭക്ഷണ ശേഖരണത്തിനും ഡൊണേഷനും വേണ്ടിയിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇങ്ങോട്ട് ചോദിച്ച് വരുന്നവർക്ക് നമ്മൾ എന്തായാലും കൊടുക്കും, കുഴപ്പമില്ല. പക്ഷെ ശരിക്കും അർഹതപ്പെട്ടവർ നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം. മിക്കപ്പോഴും ഇങ്ങനെയുള്ള നല്ല ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവർ ഇങ്ങോട്ട് ചോദിച്ചു വരില്ല. എന്താണെന്നറിയോ കാരണം? അവർക്ക് ചോദിക്കാൻ മടിയായിരിക്കും, ഒരു അഭിമാനത്തിന്റെ പ്രശ്നമായിരിക്കുമല്ലോ. എൻ്റെ അടുത്തൊന്നുമില്ല അങ്ങനെയൊക്കെ പറയുന്നത് മറ്റുള്ളവർ അറിയരുത് എന്ന് വിചാരിച്ച് ജീവിക്കണമല്ലോ. അവർക്ക് ആ ശീലം ഇല്ലാത്തത് കൊണ്ട് അവർ ചോദിച്ചും വരില്ല. ആരൊക്കെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞുതരാം ഞാൻ. ഒന്നാമത് അനാഥ കുട്ടികൾ, വിധവകള്, ചെറിയ കൂലിപ്പണി ചെയ്യുന്നവര്, പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ വീട്ടുടമസ്ഥൻ കിടപ്പിലായിരിക്കും, വലിയ എന്തോ സർജറി ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ട് അങ്ങനെയൊക്കെ തളർന്ന് കിടക്കുന്നവരുണ്ടാവില്ല. അവർക്ക് എന്തായാലും നെയ്ച്ച് മക്കളെ തീറ്റാനുള്ള ഒരു വകയില്ല. അപ്പം അവർക്കൊക്കെ എന്താണെന്നറിയോ, ഇങ്ങനെ പുറത്തിറങ്ങി മറ്റുള്ളവരോട് ചോദിക്കാൻ അവരുടെ അഭിമാനം സമ്മതിക്കില്ല. ഇനി നോമ്പായാലും അല്ലാത്ത മാസങ്ങളിലും ഒക്കെ ഇവർ ഈ നിത്യദാരിദ്ര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞു പോകും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഗൾഫിലൊക്കെ പണ്ട് കാലത്ത് നല്ല ഉണ്ടാക്കിയിട്ട് വന്നിട്ട് വലിയ വീടൊക്കെ ഉള്ളവർ നമ്മളവരെ ശ്രദ്ധിക്കില്ല. പക്ഷെ ഇപ്പം അവർക്ക് വരുമാനമൊന്നും ഉണ്ടാവില്ല. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അർഹത ഉള്ളവരെ കണ്ടുപിടിച്ച് അവരിങ്ങോട്ട് വന്ന് ചോദിക്കൂല, എന്നാലും നമ്മൾ അർഹത ഉള്ളവരെ ഇതുപോലെ നമ്മുടെ ചുറ്റും കണ്ണ് തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഡോക്ടറുകൾ ശ്രദ്ധിച്ചണോ, നോമ്പിന്റെ ലാസ്റ്റിലെ 10-ലൊക്കെ അല്ലേ, 25 രാവിനൊക്കെ നേരം വെളുക്കാൻ കാത്തുക്കായിരിക്കും ചെറിയ മക്കളങ്ങനെ വരും. ഒക്കെ പെരക്കാർ ശ്രദ്ധിക്കാത്തോണ്ടല്ലേ അല്ലേ? അങ്ങനെ നമ്മളെ ഇസ്ലാമിൽ പറഞ്ഞില്ലല്ലോ. അത് നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാണ്. നമ്മുടെ സമൂഹം അതിലൊന്ന് ശ്രദ്ധിക്കണം. ഈ കുട്ടികളൊക്കെ രാവിലെ എണീറ്റ് ഇങ്ങനെ മറ്റുള്ളവരുടെ വീട്ടിൽ കൈ നീട്ടി വരുന്നത് അത് നിരുത്സാഹപ്പെടുത്തണം. മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം ഇക്കാര്യത്തിൽ. ശരി തന്നെയാണ് പറഞ്ഞത്.